നടൻ ദിലീപ് വിഐപി പരിഗണനയിൽ ശബരിമല ദർശനം നടത്തിയ സംഭവത്തിൽ ഹൈക്കോടതിയുടെ വിമർശനം. വിഷയം ചെറുതായി കാണാനാകില്ലെന്ന് ഹൈക്കോടതി കുറ്റപ്പെടുത്തി. സിസിടിവി ദൃശ്യങ്ങൾ ഹാജരാക്കാൻ ദേവസ്വം ബോർഡിനോട് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, എന്തൊക്കെയാണ് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ? നടൻ ദിലീപ് വിഐപി പരിഗണനയിൽ ദർശനം നടത്തിയ സംഭവത്തിൽ വിഷയം ചെറുതായി കാണാനാകില്ലെന്നാണ് ഹൈക്കോടതി വിമർശിച്ചിരിക്കുന്നത്. സിസിടിവി ദൃശ്യങ്ങൾ ഹാജരാക്കാൻ ദേവസ്വം ബോർഡിന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ കൃത്യമായി മറുപടി പറയണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 12:30-ക്കുള്ളിൽ മറുപടി പറയണമെന്നായിരുന്നു കോടതി നിർദ്ദേശം. എന്നാൽ ഇപ്പോഴും ആ കേസ് പരിഗണിച്ചുകൊണ്ടേ ഉള്ളൂ. ഹരിവരാസനം പാടുന്ന സമയത്ത് ദിലീപ് നടയിൽ തുടർന്നു. ഇത് കാരണം ദർശന ക്യൂ തടസ്സപ്പെട്ടു എന്നാണ് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതിൽ അസ്വാഭാവികതയില്ലെന്നാണ് ദേവസ്വം ബോർഡ് അഭിഭാഷകൻ കോടതി അറിയിച്ചിരിക്കുന്നത്. എന്നാൽ എന്താണ് ശബരിമലയിൽ നടക്കുന്നതെന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. കുട്ടികളും വയസ്സായവരും ഇതുമൂലം മണിക്കൂറുകളോളമാണ് ക്യൂ നിന്നത്. ദർശനം കിട്ടാതെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് ദർശനം കിട്ടാതെ മടങ്ങിയവരുമുണ്ട്. ഈ കാര്യത്തിൽ, അതായത് ദിലീപിന് ഇങ്ങനെ പ്രത്യേക പരിഗണന നൽകുന്ന കാര്യത്തിൽ ദിലീപിനുള്ള പ്രത്യേക അധികാരം എന്താണ്? ആരാണ് അതിന് ദിലീപിന് അനുവാദം നൽകിയത്? ഇങ്ങനെ ആർക്കും പ്രത്യേകിച്ച് ആനുകൂല്യം നൽകാൻ കഴിയില്ല. ഈ വിഷയത്തിൽ കോടതി അലക്ഷ്യത്തിന് കേസെടുക്കേണ്ടതാണെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. എല്ലാ അധികാരപ്പെട്ടവരിൽ നിന്നും റിപ്പോർട്ട് എടുക്കാനും ഹൈക്കോടതി രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.